വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ കാര്യവും മറന്നു പോകരുത്, കാരണം പരീക്ഷയൊക്കെ മുന്നിൽ വരികയാണ്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ നടക്കും, അതിന്റെ നോട്ട്സിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കൂലേ. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇന്ന് ടീച്ചർ ഒരു മുൻ വർഷ ചോദ്യമാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസിലൊക്കെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് തരാം എന്ന് വിചാരിക്കുകയാണ്. ഇത് നോക്കൂ, വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക ഒരു പ്രവർത്തനമാണ്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഹാഫ് ഇയർലി എക്സാമിന് വേണ്ടിയിട്ട് കുറേ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക്, ഓണപരീക്ഷയ്ക്ക് മുൻപൊക്കെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇല്ലേ, ആ ചാപ്റ്റേഴ്സൊക്കെ എൻ്റെ മക്കളോട് മറന്നു പോയിട്ടുണ്ടാവും അല്ലേ, തുടക്കമുള്ള ചാപ്റ്റേഴ്സൊക്കെ. അത് നിങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നോക്കൂ, അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി കമഴ്ത്തി തൂത്തു തുടച്ചപ്പോൾ അക്കമ്മ ചോദിച്ചു, അമ്മ, ഞാൻ തേങ്ങായി പെറുക്കി കൂട്ടട്ടെ? ഓ, പിന്നെ ആവാം. നല്ല മഴ വരണുണ്ട്. നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങാപ്പൂള എടുത്തു തിന്നോ. അപ്പോൾ ചോദ്യം എ ഇതാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടമ്മയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു? സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ചോദ്യം കാണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് പാഠമെന്നും ആരാണ് ഈ ഒരു കഥ എഴുതിയത് എന്നും അല്ലേ. ചിലർ വിചാരിക്കും ഇതേതിലാണ് ഈ അക്കമ്മ തേങ്ങ പെറുക്കുന്ന കാര്യമൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കും. മക്കളെ, ഒട്ടും കൺഫ്യൂഷൻ ആവേണ്ട. തേങ്ങ എന്ന് പറയുന്ന കഥയിലെ ഒരു ഭാഗമാണ് ഈ തന്നിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി, ഈയിടെ അന്തരിച്ച മരണപ്പെട്ട പി വത്സല. അപ്പോൾ വത്സല ടീച്ചറുടേതായിരുന്നു. അപ്പോൾ ആ രണ്ട് കാര്യം നിങ്ങൾ ഓർക്കുക. ഇതാരാണ് എഴുതിയത് ഒന്നൊന്നും ഇതിൽ തന്നിട്ടില്ല അല്ലേ, ഏത് കഥയാണെന്നും. അപ്പം നമ്മളത് നമ്മുടെ ഓർമ്മയിൽ നിന്നും എടുത്ത് എഴുതേണ്ടതാണ്. കഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പി വത്സലയുടേതല്ലാത്ത കൃതി ഏത്? അപ്പോൾ ബി ചോദ്യം ഇങ്ങനെ തന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഊഹിക്കാം ഈ കഥ ആരുടേതാണ്, പി വത്സലയുടേതാവും അല്ലേ. പി വത്സൽ ടീച്ചറുടെ തേങ്ങ എന്ന് പറയുന്ന കഥയാണ് എന്ന് ചിലർക്കെങ്കിലും മനസ്സിലാവും അല്ലേ. അപ്പോൾ ആദിജലം, കൂമൻ കൊല്ലി, വീടുമാറ്റം, 3 കൃതികൾ തന്നിട്ടുണ്ട്. ഇതിൽ വത്സല ടീച്ചറുടെ കൃതി ഏതാണ് എന്നാണ്, കൃതി അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പി വത്സല, നമ്മുടെ കഥ എഴുതുന്ന എഴുത്തുകാരെയും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വിശകലന കുറിപ്പ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ആദ്യം ഏതാണ് കഥ എന്നും ഏതാണ് കഥ എന്നും ആ ഒരു സന്ദർഭം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം? പി വത്സലയുടെ തേങ്ങ എന്ന് പറയുന്ന കഥയിലെ ഒരു ഭാഗമാണിത്. എന്നിട്ടോ അക്കമ്മ എവിടെയാണ് എത്തിപ്പെട്ടത്? അക്കമ്മ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ ഒരു വീട്ടുജോലിക്കായിട്ട് വന്നതാണ് അല്ലേ. അപ്പോൾ അവളുടെ പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് പറമ്പിൽ തേങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ട സമയത്ത് അവൾ വീട്ടമ്മയോട് ചോദിക്കുകയാണ്, ഞാനിതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടട്ടെ എന്ന്. അപ്പോൾ വീട്ടമ്മ എന്താ വിചാരിക്കുന്നത്? തേങ്ങ കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ കുട്ടി ചോദിക്കുന്നത് എന്നാണ് ആദ്യം വീട്ടമ്മ കരുതിയത് അല്ലേ. അപ്പോൾ പറഞ്ഞു, ഓ പിന്നെ ആവാം അല്ലേ, ചെറിയ കുട്ടിയാണ്, അപ്പോൾ പിന്നെ ആവാം, കുറേ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട്, അതുമാത്രമല്ല മഴ വരുന്നുണ്ട് അല്ലേ, മഴയും വരുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങാപ്പൂള് എടുത്ത് തിന്നോ എന്ന് പറയുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങാപ്പൂള് എടുത്ത് തിന്നോ എന്ന്. അപ്പോൾ കുട്ടിയാണ് എന്നുള്ളൊരു പരിഗണന വീട്ടമ്മ കൊടുക്കുന്നുണ്ട്. കാരണം മഴയൊക്കെയാണ്, ഇനി അത് പിന്നെ എടുക്കാം. പിന്നെ ഇനിയിപ്പം നിനക്ക് തേങ്ങാപ്പൂള് വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് നീ എടുത്തു കഴിച്ചോളൂ എന്നും കൂടെ അമ്മ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ വിശകലന കുറിപ്പായിട്ട് എഴുതേണ്ടത്. ആ ഒരു സന്ദർഭം നിങ്ങൾ എഴുതുക, ചുരുക്കി എഴുതുക. അതിന് അനുയോജ്യമായ ഭാഷ നിങ്ങൾ പ്രയോഗിക്കണം. അതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ ആശയങ്ങൾ വിശകലനം ചെയ്ത്, ടീച്ചർ ഇപ്പം പറഞ്ഞ ആശയങ്ങൾ തന്നെയാണ്. ഏതാണ് കഥ എന്നും ആരാണ് എഴുതിയതെന്നും എഴുതുക. പിന്നെ അക്കമ്മ എങ്ങനെ ആ വീട്ടിലെത്തി എന്ന് എഴുതുക, എന്തിനു വേണ്ടി വന്നതാണ് എന്ന് എഴുതുക. പിന്നെ ആ ഒരു സന്ദർഭം നിങ്ങൾ എഴുതുക അല്ലേ. അതൊക്കെ ആശയങ്ങളൊക്കെ വിശകലനം ചെയ്ത് ചുരുങ്ങിയ വാക്കുകളിൽ മതി, പക്ഷേ കാര്യങ്ങൾ ഉണ്ടാവുകയും വേണം.
അതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. സ്വന്തം നിലപാടുകളും നിരീക്ഷണങ്ങളും ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെഴുതാം? അക്കമ്മയ്ക്ക് പ്രകൃതിയോടുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ച് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം. അതാണ് നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഒക്കെ എഴുതുന്നതല്ലേ. പിന്നെ വീട്ടമ്മ എന്താണ് ചിന്തിച്ചത് എന്ന് എഴുതാം. ടീച്ചർ ഇപ്പൊ പറഞ്ഞ കുട്ടിയാണെന്നുള്ള ഒരു പരിഗണന വീട്ടമ്മ കൊടുക്കുന്നുണ്ട്. കാരണം മഴ കൊണ്ട് അതൊന്നും ഇടേണ്ട കാര്യമില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ കുട്ടിക്ക് തേങ്ങയോടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കുട്ടി അടുക്കളയിൽ നിന്നും എടുത്ത് കഴിച്ചോളൂ എന്നുള്ള രീതിയിലും അമ്മ സംസാരിക്കുന്നുണ്ട്, വീട്ടമ്മ അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളൊക്കെ എഴുതേണ്ടത്. പിന്നെ ഇതൊക്കെ എന്താണ്? കുത്തിടേണ്ട ഇടത്തിൽ കുത്ത്, അതായത് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഇടത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടുക, കോമ ഇടേണ്ട ഇടത്തിൽ കോമ ഇടുക, ആശ്ചര്യചിഹ്നം ഇടേണ്ട ഇടത്തിൽ ആശ്ചര്യചിഹ്നം ഇടുക. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും 1 മാർക്ക് കിട്ടും. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് നോക്കൂ. ഇതാ, ആദിജലം, കൂമൻ കൊല്ലി, വീടുമാറ്റം, ഇതിൽ ഏതാണ് പി വത്സലിയുടേതല്ലാത്ത കൃതി എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം വീടുമാറ്റമാണ്. കൂമൻ കൊല്ലിയും ആദിജലവും പി വത്സല ടീച്ചറുടെ കൃതികൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചോദ്യം വന്നാൽ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ടീച്ചർ മുൻവർഷ അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ നമ്മൾ മുൻപ് പഠിച്ച പാഠങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസിലൂടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ആനുവൽ എക്സാം ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല അല്ലേ. നമ്മുടെ ഫെബ്രുവരി എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞു പോവുകയാണ്. ജനുവരി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റു ചോദ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റു ഇത്തരം വീഡിയോസുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.